എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയൂ? തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹജ്ജുദ് നിസ്കാരം മുൻഗാമികളുടെ ചര്യയാണ്. മുൻഗാമികളുടെ ചര്യയാണ് തഹജ്ജുദ് നിസ്കാരം. മഹാന്മാരായ അല്ലാഹു ഇഷ്ടപ്പെടുന്നവരുടെ അടയാളമാണ് തഹജ്ജുദ് നിസ്കാരം. 1. 2, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, സഹാബാ, നാളെ പടച്ചവന്റെ കോടതിയുണ്ടല്ലോ. സ്വർഗത്തിന്റെ ആരാമങ്ങൾക്ക് നടുവിലൂടെ സ്വർഗവാസികൾ മുഴുവനും ആസ്വദിച്ച് നടക്കുകയാണ്. പടച്ചവൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമുണ്ടല്ലോ, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അത് അല്ലാഹുവിന്റെ ലിഖാഹ് കാണലാണ്, പടച്ചവൻ കാണലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബത്തേ, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ എന്നെ കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ അല്ല തന്റെ മറയെടുത്ത് അങ്ങോട്ട് മാറ്റുകയാ. എല്ലാവരും അല്ലാഹുവിനെ കാണുകയാണ്, എല്ലാവരും പടച്ചവന്റെ ലിഖാഹ് കാണുകയാണ്. അവസരത്തിൽ അല്ലാഹു നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, പടച്ചവൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്നാ, അല്ലാഹു നാളെ സ്വർഗത്തിൽ വെച്ച് സലാം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, സഹാബത്തേ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് പടച്ചവനെ ഓർക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ അവന് കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം, നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹു സലാം പറയുമ്പോ അല്ലാഹുവിനെ കണ്ടു മടക്കാൻ അവന് ഭാഗ്യമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹു സലാം പറയും. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹുവിനെ കാണല. എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഫയറുഫഉൽ ഹിജാബ്, തന്റെ മറയെടുത്ത് അങ്ങോട്ട് മാറ്റും. ഫയൻദുറൂന ഇലാ വജ്ഹില്ല, എല്ലാവരും അല്ലാഹുവിനെ കാണും. ആ അവസരത്തിൽ അല്ലാഹു പറയും, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. സലാം പറയുമ്പോൾ അല്ലാഹുവിനെ കണ്ടുകൊണ്ട് മടക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നീ തഹജ്ജുദ് നിത്യമായി നിസ്കരിച്ചാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത് തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം, 3ാമത് തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ ഹൃദയത്തിൽ ചെയ്തു പോയ പാപത്തിന്റെ കറകൾ മാറും, പാപത്തിന്റെ കറകൾ മാറും. എത്ര വലിയ കൊടുംപാപം ചെയ്തവനാണെങ്കിലും, എത്ര വലിയ അപരാധം ചെയ്തവനാണെങ്കിലും, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപവും അല്ലാഹു പുറത്തു തരും. നിങ്ങളുടെ പാപത്തിന്റെ കറ മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം കറുത്തുപോയത് കൊണ്ടാണ്, പാപങ്ങൾ അധികരിച്ചത് കൊണ്ടാണ് ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന ഭർത്താവിന് ഉറക്കഗുളി കലക്കി കൊടുത്തിട്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണിറങ്ങിപ്പോയത്. അതുകൊണ്ടാണ് കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടുന്നത്. 10 മാസം ഗർഭം ധരിച്ച് മരണവേദനയുടെ വേദനയും സഹിച്ച് പ്രസവിച്ച തന്റെ പൊന്നു മകളെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ എന്റെ മുസ്ലിം പെങ്ങന്മാര് തയ്യാറാകുന്ന അതുകൊണ്ടാ. പാവങ്ങൾ അധികരിച്ചു പോയത് കൊണ്ടാ, ഹൃദയം കറുത്തുപോയത് കൊണ്ടാ, മൃഗത്തിനേക്കാൾ അധപ്പതിച്ച ജീവിതം നയിക്കുന്നത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ പാപം ചെയ്തവനും അല്ലാഹു പുറത്തു തരും. അല്ലാഹു എത്ര വലിയ കൊടും പാപം ചെയ്തവനും അല്ലാഹു പുറത്തു തരും. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പാപം ചെയ്ത വ്യക്തി ആരെന്നറിയും? ലോകത്തൊരു മനുഷ്യനും ചെയ്യാത്ത ഏറ്റവും വലിയ പാപം ചെയ്ത മനുഷ്യന് പോലും അല്ലാഹു പുറത്തു കൊടുത്തു. അത്ര വലിയ പാപമൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ലല്ലോ. എന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളാരും അത്രയും വലിയ കൊടുംപാപമൊന്നും സ്വപ്നത്തിൽ പോലും കേൾക്കാത്ത പാപം ചെയ്ത മനുഷ്യന് പോലും അല്ലാഹു പുറത്തു കൊടുത്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിൽ കിടക്കുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് ഓടി വന്നു.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, എന്തേ കരയണേ, എന്തേ നീ കരയണേ? അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത്ര നബിയെ, കഅബയുടെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്ന നബിയെ, കഅബയുടെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. ആരെല്ലാം വന്ന് പിടിച്ചു മാറ്റിയിട്ടും ആ മനുഷ്യൻ മാറുന്നില്ല. ആ പാവപ്പെട്ടവന്റെ ദുആ കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലദാ ഉമറിനോട് പറഞ്ഞു, ഉമറേ, ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവാ ഉമറേ. ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാറ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കഅബയുടെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരികയാണ്. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ആ മനുഷ്യനോട് ചോദിക്കുന്നു, എന്ത് പാപമാ നീ ചെയ്തത്? എന്തിനാ കഅബയുടെ കില്ല പിടിച്ചിട്ട് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഒരു പാപം ഞാൻ ചെയ്തു നബിയേ, ആ തൗബയ്ക്ക് വേണ്ടിയാണ് നിന്ന് കരയുന്നതെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാ, എന്ത് പാപമാ ചെയ്തത്? ആ മനുഷ്യൻ പറയുന്നു, നബിയേ, ഇന്ന് വരെ ഒരു മനുഷ്യരോടും ഞാൻ പറഞ്ഞിട്ടില്ല, പടച്ചവന്റെ മുന്നിലല്ലാതെ ഒരു മനുഷ്യരോടും ഇന്ന് വരെ ആ പാപത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രവാചകരാ ചോദിക്കുന്നത്, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? അതാ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ, എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് കബറടക്കാൻ പള്ളിക്കാട്ടിലേക്ക് ഞാനും പോകും നബിയേ, കബർ കുടിക്കാൻ ഞാനും കൂടും നബിയേ, കബറടക്കാൻ ഞാനും കൂടും നബിയേ. കബറടക്കിയിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോൾ ആ കബറടക്കിയ സ്ഥലം ഞാൻ നോക്കി വെക്കും നബിയേ. പാതിരാത്രി കടന്നു വരുമ്പോൾ, പാതിരാത്രി എത്തിക്കഴിയുമ്പോ, എല്ലാവരും കടന്നുറങ്ങി കഴിയുമ്പോ, യാ റസൂലല്ലാഹ്, ഈ എഴുന്നേറ്റ് പള്ളിക്കാട്ടിലേക്ക് പോകും നബിയേ. ആ പള്ളിക്കാട്ടിലേക്ക് കടന്നു പോയിട്ട് ആ കബർ ഞാനങ്ങ് മാന്തും നബിയേ. എന്നിട്ട് ആ മയ്യത്തിന്റെ ശരീരത്തിൽ പൊതിഞ്ഞിരിക്കുന്ന 3 കഷ്ണം കഫൻ തുണിയുണ്ടല്ലോ, അതാ ശരീരത്തിൽ നിന്ന് ഞാൻ അടിച്ചെടുക്കും നബിയെ. മോട്ടിച്ചു കൊണ്ടുപോയി പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റിട്ട് അതുകൊണ്ട് ജീവിക്കുകയാണ് നബിയേ. എന്നിട്ടാ മനുഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു ദിവസമുണ്ടല്ലോ 7 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാട്ടിലൊരു സുന്ദരിയായ പെണ്ണ്, ഏത് ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന ഈ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ തൊലിവെളുപ്പുള്ള ഒരു സുന്ദരിയായ സ്വാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ. ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി നബിയെ. കബർ നോക്കി വെച്ച് നബിയെ. പാതിരാത്രിയിൽ എല്ലാവരും അവരുടെ കൂരയ്ക്കകത്ത് കടന്നിറങ്ങുമ്പോൾ ആരും അറിയാതെ ആ കബറിന്റെ പുറത്തേക്ക് ഞാൻ നടന്നു നബിയേ. ആ കബറിന്റെ മുന്നിലേക്ക് നടന്നു പോവുകയാണ്. അതാ കബറങ്ങോട്ട് മണ്ണുകൾ വെട്ടി മാറ്റുകയാണ്. ആ കബറിനകത്ത് പലകകൾ മറക്കി മാറ്റുകയാണ്. എന്നിട്ട് യാ റസൂലല്ലാഹ്, ആ കബറിനകത്തേക്ക് ഞാൻ ഇറങ്ങി നബിയേ. ആ പെണ്ണിന്റെ കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട്, ആ യുവതിയുടെ കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിൽ കഫം പൊതിഞ്ഞിരിക്കുന്ന തുണി ഞാൻ എടുത്തു മാറ്റി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് കഫൻ തുണി അഴിച്ചു മാറ്റി കബറിൽ നിന്ന് മുകളിലേക്ക് കേറുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി നബിയേ.
സുന്ദരിയായ ചെറുപ്പക്കാരിയായ വെളുത്ത ശരീരമുള്ള പെണ്ണിന്റെ ശരീരം കണ്ടപ്പോൾ എനിക്ക് വികാരം തോന്നി നബിയേ. ആ പെണ്ണിനെ കബറിനകത്തിട്ട്, ആ മരിച്ച പെണ്ണിന്റെ മയ്യത്തിനെ കബറുമാന്തിയിട്ട് കബറിനകത്തിട്ട് ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഈ പാപം അങ്ങോട്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. പ്രവാചകന് തളർന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂല് മിണ്ടാതിരിക്കുകയാണ്. പ്രവാചകൻ പറയുന്നു, എന്റെ മുന്നിൽ നിന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞു വിടുമ്പോൾ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനുണ്ടല്ലോ മരുഭൂമിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രവാചകന്റെ വീടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാ. എന്നിട്ട് മുട്ടുകുത്തി മരുഭൂമിയിൽ ഇരുന്നിട്ട് തന്റെ തലയുടെ മുകളിലേക്ക് മണല് വാരി എറിഞ്ഞിട്ട് പടച്ചവരോട് പറയുകയാണ്, അല്ലാഹുവേ, ഈ ഒരു പാപം ചെയ്ത് നിന്നോടല്ലാതെ മറ്റാരോട് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലാ. ഈ 7 വർഷമായി കഅബയുടെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാണ്. ഇന്ന് നിന്റെ പ്രവാചകം ചോദിച്ചപ്പോൾ, നിന്റെ പ്രവാചകരോട് പറഞ്ഞപ്പോ അവിടെ എന്നെ ആട്ടി ഓടിക്കുന്നു റബ്ബേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവന്റെ മുന്നിലേക്ക് കൈകൾ നീട്ടിയിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നബിയേ, എന്റെ ദാസന്മാരോട് പറ നബിയേ, അവരെത്ര വലിയ അക്രമം ചെയ്താലും, അവരെത്ര വലിയ കൊടുംപാപം ചെയ്താലും അവരോടൊന്ന് ചോദിക്കാൻ പറ നബിയേ. അവര് തൗബ ചെയ്താൽ ഞാൻ സ്വീകരിക്കും നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിലെ പാപത്തിന്റെ കറകൾ മാറും. 4 തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവൻ പാപത്തിലേക്ക് കടന്നു പോകുമ്പോൾ, പാപം ചെയ്യാൻ അവൻ കടന്നു പോകുമ്പോൾ, പാപത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് അവൻ പെട്ടുപോകുമ്പോൾ, ശൈത്താന്റെ ചതിയിൽ അകപ്പെട്ടു പോകുമ്പോൾ അവനെ ആ പാപത്തിൽ നിന്ന് അവന്റെ നമസ്കാരം തടയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹജ്ജുദ് നിസ്കരിച്ച എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എത്ര വലിയ സുന്ദരിയായ പെണ്ണാണെങ്കിലും ആരും അറിയാതെ വീടിനകത്ത് കഥകടച്ചിട്ട് മടിയറയ്ക്കകത്ത് തന്റെ ശരീരത്തിലുള്ള സർവ്വ തുണികളും അടിച്ചിട്ടിട്ട് ആരും അറിയില്ലടാ, എന്റെ മോഹമൊന്ന് സാധിച്ചതാടാ എന്ന് പറയുമ്പോൾ, ഇന്നി അഖാഫുല്ലാ, പിടി പെണ്ണെ, എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ നാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിത്യമായി മരിക്കുവോളം തഹജ്ജുദ് നിസ്കരിക്കും